പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും സൗഭാഗ്യവും അഭിഷേകവും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥമായി കൂടുതൽ പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അറിയുക. നമുക്കൊന്ന് ആ വചനം ഒന്നുകൂടി ഒന്ന് ഏറ്റുചൊല്ലാം. എല്ലാവരും പറഞ്ഞ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അറിയുക. വീണ്ടും പറയുന്നു, മരുന്നോ ലേപനമോ ഔഷധമല്ല. മരുന്നോ ലേപനോ ഔഷധമല്ല. ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന നാവ്, ദൈവത്തിൻ്റെ വചനം പറയുന്ന ഏതൊരു വ്യക്തിയും, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു മോനും മോളും, കർത്താവിൻ്റെ മക്കളെ, ആ സ്വരം കേൾക്കുമ്പോൾ അതാരായിക്കോട്ടെ, നീ ആയിക്കൊള്ളട്ടെ, ഏറ്റവും വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആരായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, സ്നേഹമുള്ളവരെ, ഇതിൽ ആരിലും ഒരു പ്രശസ്തിയൊന്നുമില്ല. നമ്മൾ പിന്നെ പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ മരിച്ചു, ലിയോ 14 മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും ഒന്നാണ്. പക്ഷേ നമ്മളൊക്കെ വളരെ എളിമപ്പെട്ട് അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഹല്ലേലൂയ. പിന്നെ ഏറ്റവും എളിമയും ഏറ്റവും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുക നല്ല മനസ്സാണ് മക്കളെ, നല്ലതാണ്. ഞാൻ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ദൈവം നടത്തിയ ഒരു മഹാ അത്ഭുത രോഗസൗഖ്യമാണ്. ഇന്ന് ഈശോ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മാരകമായ, ഇന്നൊക്കെ ക്യാൻസറൊക്കെ പിന്നെയും മാറുന്നുണ്ട്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം എത്ര വർഷമായി, 2000 എന്ന് പറയുമ്പോൾ 25 വർഷം, ചിലപ്പോൾ 25 വർഷത്തിന് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാസം ആയിട്ടുണ്ടാവില്ല, 25 ആവുന്നുണ്ടാവുള്ളൂ. ഞങ്ങൾ 25 കേട്ടോ, 98. അപ്പോൾ 25 കൂടുതലായി. ഞങ്ങൾ പൂവാർ, അതായത് തിരുവനന്തപുരം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണല്ലോ പൂവാർ. ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റായ കുഞ്ഞിൻ്റെ അങ്കിള് ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയതും വന്നതും. അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, വലിയ തിരക്കില്ല എങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് പോരല്ലേ, എന്ത് തിരക്ക്, അങ്ങോട്ട് പോകുന്ന സമയം പോലെയല്ലല്ലോ. എൻ്റെ പെങ്ങളുടെ കൊച്ച് തൊണ്ടയിൽ ക്യാൻസറായിട്ട് RCC ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഞാൻ കരുണയുടെ കർത്താവിനെ മുഖാമുഖം കണ്ടിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈശോ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കരുണയുടെ കർത്താവിനെ എൻ്റെ ഫോട്ടോ പോലും കാണാതിരിക്കുന്ന സമയത്ത്, എനിക്ക് എൻ്റെ ഈശോയെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത്, ധ്യാനത്തിലിരിക്കുമ്പോൾ 4 ദിവസം എന്നെ കർത്താവ് നോക്കി, ആ കർത്താവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിങ്ങനെ ഈ ഈശോയെ കണ്ടാലും വർണ്ണിക്കാതിരിക്കാൻ പറ്റില്ല മക്കളെ. അത് ഞാൻ നിങ്ങളോട് തന്നെ ആരോടും എനിക്ക് സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ സാധ്യമല്ല. എൻ്റെ ഈശോ എന്നെ കാണിച്ചു തന്ന ആ കരുണയുടെ കർത്താവ്, ആ കരുണ ചൊരിഞ്ഞത് കൊണ്ടല്ലേ ഇന്ന് ഈ സമയത്ത് സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ദൈവം തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോടൊന്ന്, നമുക്കൊന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാൻ ബ്രദറിന് ഒഴിവുണ്ടാവുമോ, നമുക്ക് പോവാന്ന് പറഞ്ഞു. എൻ്റെ മക്കളെ, ഞാൻ ആ മകന് വേണ്ടി, ആ മകനല്ല, ഒരു BA സെക്കൻഡ് ഇയർ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മോളാണ്, ആ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ആ കൊച്ചിൻ്റെ അമ്മ വളരെ വേദനയാണ്. അതായത് നമ്മുടെ വിൽസൺ എന്ന് പറഞ്ഞ സഹോദരൻ്റെ മൂത്ത പെങ്ങളാന്ന് പറഞ്ഞേ, പൗലോസേട്ടൻ മീൻ കച്ചവടം, നമ്മുടെ ഇളവൂര് പൊക്കത്ത പള്ളിയിലാണ് അവരുടെ ഇടവകയും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാനവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നിലൂടെ ആ മകളെ തൊട്ടപ്പോൾ കർത്താവ് എനിക്ക് സന്ദേശം തന്നു, ഇവളെ ഞാൻ സൗഖ്യപ്പെടുത്തിക്കോളാം. ഹല്ലേലൂയ. കൊച്ചിൻ്റെ മാതാവിനോട് പറയുക, വിഷമിക്കണ്ട, ദൈവത്തെ ആരാധിച്ചാൽ മതി, ഞാൻ ഇവളെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എന്നാൽ സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അധികം ദിവസമായില്ല, ഏകദേശം ഒരു 3-5 ദിവസമോ എന്തൊക്കെയോ, ആ ഒരാഴ്ച തന്നെ കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അപ്പൻ പൗലോസേട്ടനെ വിളിക്കുകയാണ്. ഈ മീനൊക്കെ ഇങ്ങനെ സൈക്കിളിലൊക്കെ കൊണ്ടുനടന്ന് മീൻ കച്ചവടമാണ്, അങ്ങനെ വീട് വീടന്തരം കയറി, അങ്ങനത്തെ ഒരു നല്ലൊരു ദൈവദാസൻ. ഒരു ബ്രദറ് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം എനിക്കറിയാം. ഏതൊരപ്പന്മാർക്കും പെൺകുഞ്ഞുങ്ങളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക, എല്ലാ മക്കളും ഒരുപോലെ, പൂക്കളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ചില പൂക്കളെ നമ്മൾ ഇച്ചിരി കൂടുതൽ ഇഷ്ടപ്പെടുന്ന പോലെ, മറിച്ചും തിരിച്ചൊക്കെ വരാട്ടോ, ചിലരുടെ മനോഭാവം അങ്ങനെ. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, അപ്പോൾ രോഗസൗഖ്യം നല്ലൊരു സമാധാനമൊക്കെ ഉണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ബ്രദറെ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ബ്രദറെ, അവൾ അല്പം മുന്തിരി നീര് അല്ലെങ്കിൽ പൈനാപ്പിൾ നീര് മാത്രമേ ഇങ്ങനെ ചപ്പിയും കൊണ്ട് അടക്കുകയാണ്, അല്ലാതെ ഒന്നും അവൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല ബ്രദറെ. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, കുറേ വർഷം, 10-15 വർഷം, 25 ആയി കൂടുതലായില്ലേ, 98, നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയം തന്നെ. അപ്പം എന്നെ വിളിച്ചു, ഒന്ന് വരാവോ? ഞാൻ പറഞ്ഞു വരാം. എൻ്റെ മക്കളെ, വിശുദ്ധ കുർബാനയിൽ ആ കൊച്ചിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപമാല ചൊല്ലി ഇവിടുന്ന് പോകുന്നു. അവിടെ ചെന്ന് 153 ജപമാല ഞാൻ ചൊല്ലുന്നു. ആ ചൊല്ലിയിട്ട് ആ കൊച്ചിനെ മുട്ടയിൽ നിൽക്കുകയാണ് അവള്. ഞാൻ കാണുന്നുണ്ട്, പൈനാപ്പിൾ ചപ്പിക്കൊണ്ട് നടക്കണയാണ്, പൈനാപ്പിളിൻ്റെ ഒരു പീസ് ഇങ്ങനെ ചപ്പിക്കൊണ്ട് നടക്കുകയാണ്. BA സെക്കൻഡ് ഇയർ പഠിക്കുന്ന കൊച്ച്. മുട്ടൂത്താൻ പറഞ്ഞപ്പോൾ കൊച്ചു പറയാം, എൻ്റെ ബ്രദറെ, എൻ്റെ ജോയിൻ്റ് എല്ലാം വേദനയാ, എനിക്ക് മുട്ടൂത്താൻ പറ്റൂല, മുട്ടൂത്താൻ സാധ്യമല്ല, എൻ്റെ തല മുതൽ കാൽ വരെയുള്ള എല്ലാ സ്ഥലത്തും വേദനയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന മോനെ മോളെ, രോഗിക്കാണ് ഡോക്ടറുടെ ആവശ്യം. രോഗികൾക്ക് ഡോക്ടർമാർ ആവശ്യമെങ്കിൽ കഷ്ടപ്പെടുന്ന, തകർന്നു കിടക്കുന്ന, രോഗാവസ്ഥയിൽ കിടക്കുന്ന, അതേത് മാരക രോഗമായിരുന്നാലും വിളിച്ച വിളി കേൾക്കുന്ന കർത്താവ്, വൈദ്യനായ ഈശോയ്ക്ക് സിമ്പിളായിട്ട് തന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ രോഗമാണ്, ഈ രോഗമാണ്. ചിലരൊക്കെ ഉണ്ട്, ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്കും വയസ്സായി എന്ന് പറയണേ, എനിക്ക് ഇനി പ്രായമൊക്കെ ആയി അവിടെ കയറി കിടക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു 90 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വയസ്സായി എന്ന്. പിന്നെ വേറെ ആരോട് നമ്മുടെ പോലത്തെ അല്ല, അവിടുത്തെ വ്യത്യാസങ്ങൾ ഭയങ്കര മാറ്റങ്ങളാണ്. ഹല്ലേലൂയ. എല്ലാ പണിയെടുക്കും. സ്നേഹമുള്ളവരെ, ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കൊച്ചിന് മുട്ടുത്താൻ സാധിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഇവളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോൾ തന്നെ ദർശനം കാണുന്നു, വെള്ള ജയരിയുടെ ചോറ് കണ്ടിട്ടില്ലേ? അതുപോലത്തെ ചോറും മാങ്ങ, ഞങ്ങളുടെ അങ്കമാലി മാങ്ങക്കറി പോലെ അത് തന്നെ കഴിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ മകൾ 1 പ്രാവശ്യം കഴിക്കുന്നു, 2 പ്രാവശ്യം കഴിക്കുന്നു, 3 കയറുന്നു, കഴിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇതുപോലെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് പറഞ്ഞോളാം. ഈശോയെ ഇന്ന് കേൾക്കുന്ന എല്ലാവരും സുഖം പ്രാപിക്കട്ടെ. കർത്താവെ, അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മാതാവെ പ്രാർത്ഥിക്കണമേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.